എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അനുമോള ഒരു ഇനോഗ്രേഷന് പോയപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും അനുമോളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കനസ്റ്റ് ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ അവർക്കൊന്നൊരു സമാധാനം ഉണ്ടാവില്ല. ആരുടെയൊക്കെയോ ഒരു ഫാൻസ് എന്നാൽ അനുമോളെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അനുമോൾ പറഞ്ഞിടത്ത് എന്നാൽ അവർക്ക് അനുമോളെ കാണുകയും വേണം, അനുമോളോട് സംസാരിക്കുകയും വേണം, അനുമോളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം. എന്നാൽ അനുമോൾ അതിനൊക്കെ നല്ല മറുപടി കൊടുക്കും. എന്നാൽ എന്നാൽ പറ്റില്ല, കുറച്ച് ചോദ്യം കൂടി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളും ചോദിക്കും. എന്തോ അനുമോളുടെ കോൺസെൻട്രേഷനൊക്കെ കുറച്ച് അനുമോളെ അവിടെ കിടന്ന് ബബ്ബ അടുപ്പിക്കാനാണ്. പക്ഷേ അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇനോഗ്രേഷന് അനുമോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അത് നമുക്ക് കണ്ടു നോക്കാം. ഇതുകൂടി പറഞ്ഞോട്ടെ, അനുമോൾക്ക് ഒരുപാട് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അനുമോളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം കാണാൻ അത്ര ജനങ്ങൾ വരും. അതുമാത്രമല്ല, ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവിടെ തന്നെ കാണാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുന്നവരെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനോ ആ ഒരു സ്റ്റേജ് ആ ഒരു ഷോ ഹാൻഡിൽ ചെയ്യാനുള്ള അനുമോളുടെ കഴിവുണ്ടല്ലോ, അത് തന്നെയാണ് അനുമോളെ വീണ്ടും വീണ്ടും എല്ലാവരും ഇങ്ങനെയുള്ള ഇനോഗ്രേഷനും ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനും എല്ലാം അനുമോളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കഴിവാണ് ആദ്യം വേണ്ടത്. അത് അനുമോൾക്കുള്ളതുകൊണ്ടാണ് അനുമോളെ വിളിക്കുക എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എവിടെ പോയാലും തൊട്ടതെല്ലാം പൊന്നാക്കും. അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത്രയും വർക്കുകളും കാര്യങ്ങളൊക്കെ. അതിൽ എന്നെ അവിടെ വിളിക്കൂ, എന്നെ ഇവിടെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ലൈവിലൊക്കെ വന്നിരുന്ന് കരയുന്നുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല, അവർക്കൊന്നും ഒരു ഇനോഗ്രേഷനും കിട്ടുന്നില്ല. എന്നെ അവിടെ വിളിക്കുമോ, എന്നെ ഇവിടെ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഈ സീസണിൽ ബിഗ് ബോസിൽ പോയി തിരിച്ച് വന്നവരൊക്കെ ഇപ്പോൾ ലൈവിൽ വന്നിട്ട് പാട്ടാണ് എന്നെ ഒന്ന് വിളിക്കുമോ എന്ന്. ആദ്യം മനസ്സ് നന്നാവണം, എന്നാലേ ഇവരൊക്കെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുണ്ടാവണം. സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാനും അവിടെയുള്ള ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യാനും ആ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയാക്കാനൊക്കെ ഓരോ കഴിവുണ്ടല്ലോ, എങ്കിലേ അവരൊക്കെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ലൈവിൽ വന്ന് മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയ ക്ലിപ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കേക്ക് കട്ടിംഗ് ആണ്. പിന്നെ അനുമോൾ ഉള്ളിടത്തൊക്കെ ഷിയാസ് ഉണ്ട്. അതെല്ലാവരും ഇപ്പോൾ കളിയാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ മുതലല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അനുമോൾ ഷിയാസ് കരിമും കൂടിയാണ് എല്ലായിടത്തും ഒരുമിച്ച് പോവാറ്. അതാണ് കൂടെ നിൽക്കുന്നവരെ കൂടെ കൊണ്ടുപോവുക, അതാണ് അനുമോളുടെ ശീലം. അല്ലെങ്കിൽ കൂടെ നിന്നവരെ ഒന്ന് റീച്ചായി കഴിയുമ്പോൾ താഴിട്ട് കളഞ്ഞിട്ട് പോകുന്ന പരിപാടികൾ കാണിക്കുന്നവരുണ്ട്, നമ്മൾ കണ്ടാണല്ലോ. പക്ഷേ ആ കൂട്ടത്തിലല്ല ആള് അനുമോൾ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ആ ഒരു പ്രോഗ്രാം കാണാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വിവോ X300 സീരീസിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടന്നത്. എന്തായാലും നമ്മുടെ പാലക്കാടാണ് ഫസ്റ്റ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിൽ ഒരുപാട് സന്തോഷവും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മുടെ XM മൊബൈൽസ് വിജയത്തിലേക്ക് എങ്ങനെ എത്തില്ല, പിടിച്ചു നിന്നേ പറ്റുള്ളൂ. മനുഷ്യനല്ലേ, എവിടെ പോയാലും പിടിച്ചു നിൽക്കണം എന്നുള്ളത് ഞാൻ ബിഗ് ബോസിൽ പോയി പഠിച്ചു. നമ്മുടെ വീട്ടിലത്തെ പോലെയൊന്നും അല്ല, ഇത് വേറൊരു ലൈഫാണ്. കാരണം ഞാൻ എന്തായാലും ബിഗ് ബോസിനോട് പഠിച്ചത് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ജീവിതം എന്താന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ പുറമെ എല്ലാവരും കാണുമ്പോൾ ഫോണിൽ കൂടെയൊക്കെ, ഫോണിലും ടി വിയിലും കണ്ടവരൊക്കെ കാണുമ്പോൾ അത് എളുപ്പമായിട്ടും ചിലപ്പോൾ കരയുന്നത് കണ്ടിട്ട് കൊച്ചത്തിന് എപ്പോഴും കരയുന്ന വഴക്കുണ്ടാക്കാൻ തോന്നും. അങ്ങനെയൊന്നുമല്ല. 24 മണിക്കൂറും ഈ പറയുന്ന ലൈവ് ഇരുന്ന് കാണുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്താ പ്രോഗ്രാം. അതും മനസ്സിലാവത്തില്ല. ഷിയാസ്കൊക്കെ പറഞ്ഞ് മനസ്സിലാവും. കാരണം ഷിയാസ്കൊക്കെ ഒത്തിരി നാള് 100 ദിവസം ബിഗ് ബോസിൽ പോയി വന്ന പലർക്കും ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് പലതരത്തിലുള്ള ഗുണങ്ങളാണ്. ചിലവർക്ക് ഫെയിം കിട്ടി, ചിലവർക്ക് ഫിനാൻഷ്യലി പിന്നോക്കം നിന്നവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, പിന്നെ അവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് പലരും ഉണ്ടായി. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിലവർക്ക് ജീവിതം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് എല്ലാം തികഞ്ഞ മനുഷ്യരില്ല. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാകും, കുറവുകളുണ്ടാകും. അതൊക്കെ നമ്മൾ ആ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാതെ ആ തെറ്റുകളും കുറവുകളും എല്ലാം മനസ്സിലാക്കി അത് തിരുത്താനുള്ള മനസ്സുണ്ടാകണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ തൻ്റെ തെറ്റുകൾ, തൻ്റെ കുറവുകൾ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഓക്കെ, പിന്നെ അങ്ങോട്ട് ചീഞ്ഞ് നാറി പോകും. അത് തന്നെയാണ് ഇപ്പം അനുമോൾ പറയുന്നുണ്ട്.
ഇത് നമ്മളും പറയാനുള്ള കാര്യമാണ്. 24/7 കണ്ടവർക്കറിയാം അവിടെ ആരാണ് ജെനുവിൻ, ആരാണ് ഫേക്ക്, ആരൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് എടുത്തത്, നിലനിൽപ്പിന് വേണ്ടി, കഞ്ഞി കുടിക്കാൻ വേണ്ടി, പൈസക്ക് വേണ്ടി എന്തൊക്കെ ചീപ്പ് ഡ്രാമയാണ് അല്ലെങ്കിൽ ചീപ്പ് ഗെയിം എന്താ പറയുക സ്ട്രാറ്റജീസാണ് ഓരോരുത്തരും എടുത്തതും നമ്മൾ 24/7 കണ്ടവർക്കറിയാം. അഥവാ ഇപ്പോൾ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറും ഓണാക്കിയിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലെ കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട്. അവർ നടന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അത് നടന്ന കാര്യം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും അത്തരത്തിലാണെന്ന് പറയുന്നില്ല, പക്ഷേ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നല്ലതായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും കണ്ട് പ്രേക്ഷകർ നിങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. എപ്പിസോഡ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കട്ട് ചെയ്തിട്ട് തന്നെ ഇടാറ്. ചിലതും മിക്കതും കട്ട് ചെയ്യും, പക്ഷെ പലതും കട്ട് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 24/7 നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ഷോയിലൊന്നും ഇടാൻ പറ്റില്ല. അതൊന്നും ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ചില കാര്യങ്ങളുണ്ട് അത് ഇടണമെന്ന് നിർബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ ഇടേണ്ട കാര്യങ്ങളായിരിക്കും, പക്ഷെ അതുപോലും ചില സമയങ്ങളിൽ എപ്പിസോഡിൽ കാണാറില്ല. അതൊക്കെ നമ്മളെപ്പോലെയുള്ള റിവ്യൂവേഴ്സ് വന്നിട്ട് ഇന്ന സംഭവം നടന്നു പോയി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് പണി തരാനായിട്ട് ചാനലും എല്ലാവരും എത്താറുണ്ട്. അങ്ങനെ എത്തിയിട്ടുണ്ട്, അങ്ങനെ പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ അതിൻ്റെ വഴിയിൽ നടക്കുന്നു. ഇപ്പോൾ അനുമോൾ പറഞ്ഞ പോലെ 24/7 കണ്ട ആൾക്ക് അറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന്, എന്താണ് അനുമോൾ എന്നുള്ളത്. അതൊക്കെ കണ്ടവരും കേട്ടവരൊക്കെ ആണ് ഇങ്ങനെ അനുമോൾ കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ട് അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ വരുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ മകൾ അങ്ങനെ എല്ലാം അമ്മ തള അമ്മൂമ്മ ചേച്ചി എല്ലാം കിട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ഷോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കേണ്ടതല്ല, അറിയേണ്ടത് നമ്മളവിടെ കളിക്കാൻ പോകുന്നതാണ്, ഗെയിം കളിക്കാൻ പോകുന്നതാണ്. അത് പല നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ അത് നമ്മുടെ പേഴ്സണൽ നേട്ടങ്ങളാണ്. ഒന്ന് ഫണ്ട് കിട്ടും, ഒന്ന് ഫെയിം കിട്ടും, പിന്നെ പല കാലം പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വലത് കാല് വെച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഗെയിം സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്തിട്ട് പോയാലും അതൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളും വെല്ലുന്ന തരത്തിലുള്ള ഗെയിം പ്ലാനുമായിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവരുടെ ഗെയിം പ്ലാൻ ഉടച്ച് കളയാൻ, നശിപ്പിച്ച് കളയാൻ നോക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഗെയിം പ്ലാൻ കുറച്ചും കൂടി നന്നാക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതിനേക്കാൾ ഉപരി നമ്മളൊരു ഇൻഡിവിജ്വൽ പ്ലെയറായിട്ട് നിന്നാലേ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുക. ഇന്ന് കരുതിക്കൊണ്ട് തുടക്കം മുതൽ വന്ന് കയറിയ നിമിഷം മുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇട്ടിട്ട് അവസാനം നന്മമാരായിട്ടുണ്ടെങ്കിൽ ചിഞ്ഞു നാറും. അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമ്മൾ പ്രേക്ഷകരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ. അതായത് കണ്ടസ്റ്റൻ്റ് നമ്മുടെ വീട്ടിലെ ഒരു അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ചേച്ചിയോ മോളോ ഒക്കെ ആയിട്ട് പലർക്കും തോന്നണം. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ പോട്ടെ, ഒരു കൂട്ടുകാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. പ്രേക്ഷകർ ഒരു തവണ ഏറ്റെടുത്താൽ പിന്നെ അവർ കൈവിടില്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കൈവിടില്ല. അപ്പോൾ ഇനി പോകുന്നവരൊക്കെ അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അനുമോളോട് ഇവർ പറയുന്നത് കേട്ടില്ല. ഇവർ പറയുന്നത് അനുമോൾ ഒരു അനിയത്തിയായിട്ട് ചേച്ചിയായിട്ട് അമ്മൂമ്മയായിട്ടും അമ്മയായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അങ്ങനെ കണ്ടല്ലോ. ആ കാണിക്കാനുള്ള ഓരോ കഴിവാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ പോകുമ്പോൾ ആദ്യം പോകേണ്ടത് എന്ന് കരുതിക്കൊണ്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എല്ലാ വിശേഷങ്ങളും പറയണം എന്നല്ല കേട്ടോ. അതൊരു ഇമോഷണൽ കണക്ഷനാണ്. അത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ പോലും അറിയാതെ അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തും. ആ ഒരു രീതിയിലേക്ക് ഗെയിം ഇറക്കുക. ഞാനവിടെ എങ്ങനെയെങ്കിലും 3 ദിവസം പിടിച്ചു നിൽക്കണം, ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 3 ദിവസം പിടിച്ചു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പോയതാണ്. ഞാൻ ബിഗ് ബോസ് പോയി സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്ന് പിന്നെ കാശ്, ഓക്കെ, അതെനിക്ക് മെയിൻ തന്നെയാണ്. എന്താ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് 2 പിന്നെ അവിടെ ചെന്ന് മനസ്സിലായി എനിക്ക് 100 ദിവസമാണ് നിൽക്കണം എന്നുള്ളത്. അതെന്റെ ഭാഷയാണ്, നിൽക്കണം എന്നുള്ളത് അത്ര ഉണ്ടാവും. കപ്പടിക്കണം, കപ്പ മേടിക്കണം എനിക്ക് ആഗ്രഹമില്ല, കപ്പടിക്കണമെന്ന് ആഗ്രഹമില്ല. പിന്നെ ദൈവത്തിന്റെ ആഗ്രഹമുള്ളതുകൊണ്ട് നീ കപ്പെടുത്തി അതൊക്കെ ചെയ്യാൻ പറ്റും.
കപ്പെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ആരും പോകുന്നില്ല. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും, അതിനുവേണ്ടി ട്രൈ ചെയ്യും. പക്ഷേ ഈ കപ്പ് കിട്ടണം എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി വേണം. നമ്മൾ നന്നായി കളിക്കുകയും വേണം, പിന്നെ നമുക്കൊരു സപ്പോർട്ടും വേണം, പിന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ കപ്പ് കിട്ടുള്ളൂ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കപ്പെന്ന് പറയുന്നത്. അല്ല, ഞാൻ ഇതാരെയോ ഇട്ട് കുത്തിയ പോലെയുണ്ട്. പറയുന്നത് ഷിയാസിനോടാണ്, പക്ഷേ ഇത് കൊള്ളുന്നത് പലർക്കും ആയിരിക്കും കേട്ടോ. എന്നാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കപ്പ് കിട്ടിപ്പോയി, അതിനകത്ത് നിങ്ങൾ അസൂയപ്പെട്ടു. പക്ഷേ ഇത് കൊള്ളുന്നത് പലർക്കും ആയിരിക്കും കേട്ടോ. എന്നാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കപ്പ് കിട്ടിപ്പോയി, അതിനകത്ത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അസൂയപ്പെട്ടുകൊണ്ട് എനിക്ക് എഴുതിരി അവിടെ പോകുമ്പോൾ കുറ്റം, ഇവിടെ പോകുമ്പോൾ കുറ്റം, ഇതിൽ ഫംഗ്ഷന് പോകുമ്പോൾ കുറ്റം, ലൈവിൽ വന്നുമ്പോൾ കുറ്റം, ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്ന 2-3 പേരുണ്ട്. അവർക്ക് ഇട്ട് കുത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എനിക്കറിയാം ഫീൽ ചെയ്യും. എന്നാലും ഷിയാസ് കപ്പ് മേടിക്കാൻ പോയതാണ്, പക്ഷെ കപ്പ് കിട്ടിയില്ല. 100 ദിവസം കുറച്ച് നാൾ നിന്നാൽ എനിക്ക് തോന്നുന്നു വയൽക്കാടായിട്ടല്ലേ ഷിയാസ് പോയത്. എന്നിട്ട് വയൽക്കാടായിട്ടാണോ പോയിട്ട് പിന്നെ തിരിച്ചു വരാം, അങ്ങനെ എന്തൊക്കെ ഉണ്ടായല്ലോ. ഫസ്റ്റ് സീസണല്ലേ, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ആള് പുറത്ത് ഔട്ടായി പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ എന്തോ ചെയ്തെന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കപ്പ്, പക്ഷേ അനുമോള് കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, 100 ദിവസം എക്സ്പീരിയൻസ് ചെയ്യാനും ഫണ്ടിന് വേണ്ടിയിട്ടും പോയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഭാഗ്യം കൂടിപ്പോയി. തലവര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല സമയത്താണെങ്കിൽ നമ്മൾ ഈ കാര്യത്തിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തൊട്ടതെല്ലാം പൊന്നാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കപ്പ് കിട്ടി. അതിന് നിങ്ങൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയാണ്, അനുമോൾക്ക് കപ്പ് കിട്ടി, ഭാഗ്യമുണ്ട്, കളിച്ചിട്ടുണ്ട്, ഭാഗ്യമുണ്ട്, തലവരം നല്ലതാണ്, നല്ല സമയമാണ്, കഴിവുണ്ട്, കപ്പ് കിട്ടി. ഇനി അതിൻ്റെ പേരിൽ ആരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. ബിഗ് ബോസിൽ പോയ സീസണിലെ ബിഗ് ബോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിലുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയോ? രഞ്ജിനി ഹരിദാസ്, മിസ്റ്റർ സാബു പോൾ, ശ്വേത മേനോൻ, പേളിമാണി, എന്നെ ആർക്കും അറിയാൻ പാടില്ല. എന്നെ കേരളത്തിൽ ഒരു മനുഷ്യനറിയാൻ പാടില്ല. ഈ ബിഗ് ബോസിൽ പോയ ശേഷമാണ് ഡ്രസ് വേൾഡിന്റെ മോഡൽ ഞാൻ. അത് ശരിയാട്ടോ, ഫസ്റ്റ് സീസണാണ് പൊളി സീസൺ. ഇത് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഈ പറയുന്ന കോമണേഴ്സ് വേണം, ഇല്ല വേണ്ടെന്നൊന്നും പറയുന്നില്ല, വേണം. പക്ഷേ അവർക്കൊരവസരമൊക്കെ വേണം, ശരിയാണ്. പക്ഷേ ഫസ്റ്റ് സീസൺ എന്താ എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഓർത്തിക്കണം. ഏത് സീസണാണെന്ന് വെച്ചാൽ എല്ലാവരും ഫസ്റ്റ് സീസൺ കണ്ടവർ ഫസ്റ്റ് സീസണാണ് പൊളി എന്ന് പറയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സീസണിലാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ഉള്ളത്. ശ്വേത മേനോൻ, രഞ്ജിനി ഹരിദാസ്, പേളിമണി, സാബു ചേട്ടൻ, അങ്ങനെ എല്ലാവരും സെലിബ്രിറ്റീസാണ്. അപ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണക്കാരും വരണമല്ലോ, അത് സാധാരണക്കാർക്കും രക്ഷപ്പെടണമല്ലോ. പിന്നെ ഇവരൊന്നും ഈ സെലിബ്രിറ്റീസൊന്നും ഒരുപാട് ദിവസമൊന്നും വന്നിരിക്കില്ല. ഇപ്പോൾ ഫെയിമൊക്കെ മോശമാകുമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ചീത്തപ്പേര് വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് പലരും ഇപ്പോൾ വരില്ല. എന്നാലും അവരൊക്കെ വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. സെലിബ്രിറ്റീസൊക്കെ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കോമണേഴ്സ് വേണം, പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ പകുതി എത്തുമ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പോകും. ഒരു കണ്ടന്റ് ഇല്ലാത്ത, ഇപ്പോൾ സീസൺ 4 നല്ലായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ ലൈവിലുള്ള ആദ്യത്തെ സീസൺ അതാണ്. അപ്പോൾ അത് നല്ല രസമായിട്ട് അങ്ങനെ പോകണ്ടായിരുന്നു. സീസൺ 5 നല്ലതായിരുന്നു, പക്ഷെ ഒരു ഘട്ടത്തിൽ ഭയങ്കര ബോറടിയായിരുന്നു, ഇല്ലേ? നല്ല ബോറടിയായിരുന്നു. പിന്നീടാണ് അതൊന്ന്, പിന്നെ അഖിൽ മലയാറാണ് അത് പൊക്കി കൊണ്ടുവന്നത് ആ ഷോ. ആ സമയത്താണല്ലോ രജിസ്റ്ററിനെയും റോബിനെയൊക്കെ തിരിച്ചു കയറ്റിയത്, ഹോട്ടലിൻ്റെ ടാസ്കിനായിട്ടൊക്കെ തിരിച്ചു കയറ്റിയത്. ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയുള്ള സീസണിൽ കുറച്ച് സെലിബ്രിറ്റീസ് വേണം, നല്ല രീതിയിൽ വരുന്നത്. ഇതേപോലെ ആരും അറിയാത്തവരും വരണം. ആരും അറിയാത്തവരും വന്ന് അവരും കയറി രക്ഷപ്പെടട്ടേന്നേ. ഫോണില്ല, വാച്ചില്ല, പുറലോകമായിട്ടൊരു ബന്ധമില്ല. ഒരു വീട്ടിനകത്ത് നമുക്ക് അറിയാത്തതും അറിയാവുന്ന ആൾക്കാർ വരുന്നു. അപ്പൊ ആ വീട്ടില് കുക്ക് ചെയ്യാൻ അറിയില്ല പല ആൾക്കാർക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കഷ്ടപ്പാടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ ടിവിയിലും ഫോണിലും ഇരുന്നിട്ട് കാണുന്നത് പോലെ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. നിങ്ങളൊക്കെ വിചാരിക്കും ഇവിടെ എന്തിനാ കരയുന്നത്, ഇവിടെ എന്തിനാ വഴക്കുണ്ടാക്കുക, ഇവിടെ എന്തിനാ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. 24 മണിക്കൂർ ലൈവ് കണ്ട വ്യക്തികൾക്ക് അറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത്. കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും, അല്ലേ? വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമാണ് കുറ്റം പറയാതെ ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം പറയട്ടെ, ഇതിൽ എന്നോട് പറയുന്നുണ്ട് ടി വി ഇല്ല, വാച്ചില്ല, സമയമില്ല, ഇതൊന്നും ഇല്ല, അവിടെ ജീവിക്കുമ്പോൾ അതറിയില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ ഈ ഷോയ്ക്ക് പോകുന്നത്. അല്ല, ഇത് ആദ്യത്തെ സീസൺ അല്ല, ഇത് 7ാമത്തെ
ആദ്യത്തെ സീസൺ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. TV ഇല്ല, വാച്ചില്ല, ഒന്നുമില്ല, ഒരു വിവരം അറിയില്ല, വീട്ടുകാരെ കുറിച്ച് ഒന്നും കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ഷോയിൽ പോകുന്നത്. എന്തിനും റെഡി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 48, 50, 60 പേജോളം എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കത് അറിയാം ഇതാണെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ പ്രസക്തിയില്ല. പക്ഷേ 24/7 കണ്ടവർക്കറിയാം അവിടെ എന്താണെന്നുള്ളത്. പക്ഷെ അതുപോലെ നമ്മൾ ടി വിയിലോ ഫോണിലോ കാണുന്ന പോലെ അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ലാലേട്ടൻ പറയാറുള്ള പോലെ. അത് അതിജീവിച്ച് വരിക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ഒരാഴ്ച നിന്നവരാണെങ്കിൽ പോലും ഞാൻ അവരൊക്കെ ഒരാഴ്ച ആണെങ്കിൽ പോലും നിന്നില്ല. നമുക്ക് പറ്റുമോ ഇതേപോലെ വീട്ടുകാരെ കുറിച്ച് അറിയാണ്ട്, അവരുടെ സൗണ്ട് കേൾക്കാതെ, അവരെക്കുറിച്ച് വിശേഷങ്ങൾ അറിയാതെ? നമ്മളെ സ്നേഹിക്കുന്നവരില്ലേ, അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കാണാതെ ഇരിക്കാനൊക്കെ നമുക്ക് പറ്റുമോ അവരെക്കുറിച്ചൊന്നും അറിയാണ്ടൊക്കെ? അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇവരൊക്കെ എല്ലാവരും വിന്നേഴ്സാണ്. എപ്പിസോഡ് 1 മണിക്കൂർ കണ്ടിട്ട് കുറ്റം പറയുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോ ഷോർട്ട് വീഡിയോകളും കട്ട്സും കണ്ടിട്ട് കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ എനിക്കൊന്നും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് അറിയാം എന്താണ് ബിഗ് ബോസ് ഷോ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ നമ്മൾ ഫുൾ ടൈം കാണാതെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഷോ ഇങ്ങനെയാണ്, ഈ ഷോയിൽ ഓരോ കണ്ടസ്റ്റൻ്റ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം. അവരുടെ ധൈര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ കാണുമ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു ദിവസം രാവിലെ നമ്മൾ ഷോ കണ്ടില്ല, സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. രാവിലെ 7 മണിക്ക് ഷോ തുടങ്ങും, അല്ല എല്ലാവരും എഴുന്നേക്കും. 8 മണിക്കാണ് പാട്ട് വയ്ക്കുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ 6:30, 7 മണിയാകുമ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പിന്നീട് 10 മണിക്കും 11 മണിക്കും ഒക്കെ, ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അത് രാവിലെ എന്താണ് നടന്നത് എന്നറിയാതെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിച്ച് ഇടയ്ക്കൊന്ന് TV ഒക്കെ വെച്ച് ഇപ്പോൾ ഇതാണ് നടക്കുന്ന TV യിൽ, എന്നാൽ ഇത് നിങ്ങൾ വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാമെന്നൊന്നും നടക്കില്ല. നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടില്ല. നമുക്കതിനെ ഇങ്ങനെ വന്ന് നേരിട്ട് വന്ന് പറയണമെങ്കിൽ, നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ രാവിലെ അവർ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അവിടെ വന്നിരുന്ന് ആദ്യം എഴുന്നേൽക്കുന്ന ആരാളാണോ അയാൾ തന്നെ ചിലപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കും. നമ്മുടെ ഈ സീസണിൽ അനീഷാണ് രാവിലെ ആയിട്ടോ ആദ്യം എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അനീഷ് എഴുന്നേക്കും, ഷാനവാസ് വരും, പിന്നെ അവരവരുടെ സംസാരം ഉണ്ടാവും. അതിനെ തുടർന്നാണ് പിന്നീടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഇവരെക്കാൾ മുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇടയ്ക്കെങ്ങാനും വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഒരു എപ്പിസോഡ് മാത്രം കണ്ട് റിവ്യൂ ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. കാരണം വെച്ചാൽ എന്ത് മനസ്സിലാക്കിയിട്ടാന്ന് പലപ്പോഴും തോന്നും. അങ്ങനെയുള്ളവർക്കാണ് ഇവരൊക്കെ ഒരു മനസാക്ഷികളായിട്ട് കുറ്റം പറയാൻ തോന്നുന്നത്. നമ്മൾ രാവിലെ മുതൽ രാത്രി ഇവർ കിടക്കുമ്പോൾ ചിലപ്പോൾ 1, 2, 3 മണിയൊക്കെ ആവും, ചിലപ്പോൾ 2:45 ആവും. ആ സമയം വരെ നമ്മളിരുന്ന് കാണണം, എങ്കിലേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതേപോലെ നേരിട്ട് വന്ന് പറയാൻ പറ്റുള്ളൂ. ഇടക്കാലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ മാറ്റാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതേപോലെ ആർക്ക് വേണമെങ്കിലും ഏതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണമെങ്കിലും കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ നടന്ന കാര്യം 24/7 കണ്ടവർക്കേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അനുമോള് പറഞ്ഞത് 100% ശരിയാവും. വിവാഹം പറയുന്നൊരു നിമിത്തമാണ്, അത് സമയം നല്ല പയ്യനെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ പറയുന്നത് പാലക്കാട് ഞങ്ങൾ നോക്കട്ടെ, സന്തോഷം. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവർക്കും അനുമോളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അനുമോൾ ഇതേപോലെയുള്ള ഷോയ്ക്കും കാര്യങ്ങൾക്കൊന്നും പോകില്ല എന്ന് ഇതിന് എന്താണെന്നാവോ. അനുമോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കെട്ടിച്ചു വിടും. അനുമോളുടെ വീട്ടുകാർക്ക് പോലും ഇത്തരം നിർബന്ധമില്ല കെട്ടിക്കണമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, 30 വയസ്സെന്ന് പറയണത് അത്ര വലിയ പ്രായമൊന്നുമല്ല. അപ്പോൾ കല്യാണപ്രായം ആകുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കണം തോന്നുമ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ചോളും. അത് നമ്മളെല്ലാവരും അറിയിക്കും. അപ്പോൾ അനുമോള് തുമ്മുന്നത് വരെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണവും നമ്മൾ അറിയും. നമ്മൾ പാലക്കാട് വിവോയുടെ ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഷിയാസ് ഉണ്ട്, അനുമോളും ഷിയാസും കൂടിയാണ് ആ ഒരു ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഗംഭീര ഷോ ആയിരുന്നു. അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ പലർക്കും ചോദിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അനുമോള് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് ഷോയും സീസണും ഒക്കെ വരുന്നുണ്ട്. പല ഷോകളൊക്കെ വരുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഷോയിൽ വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ ആദ്യ ആഴ്ച ഔട്ടായി പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവസാനം വരെ നിന്നവരാണെങ്കിലും നിങ്ങളെല്ലാവരും അടിപൊളിയാണ്. നിങ്ങളൊക്കെ അടിപൊളി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയത്. എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളവിടെ ചെയ്ത ഓരോ കാര്യങ്ങൾ
എല്ലാവർക്കും ചീത്തവശം ഉണ്ടാകും, എല്ലാവർക്കും നല്ലതും ഉണ്ടാകും. അതൊക്കെ എല്ലാം നമ്മുടെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലവരൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ചിലവരൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തവരുടെ കുറവുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തവരുടെ നല്ലതും ചീത്തയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മനുഷ്യരങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കരുതുക. പക്ഷേ നിങ്ങൾ വന്ന എല്ലാ സീസണിലും എല്ലാ കണ്ടസ്റ്റൻസും അടിപൊളിയാണ്. ഇപ്പോൾ അവർക്കൊക്കെ ലൈവിലൊക്കെ ഒന്ന് ഭയങ്കര വിഷമമൊക്കെ പോലെ ഓരോരുത്തർ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, ആരും വിഷമിക്കേണ്ട, നിങ്ങളെല്ലാവരും സൂപ്പറാണ്. പക്ഷേ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. കൂടുതൽ നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൈയടിക്കുന്നു, കുറ്റവും കുറവും മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നു. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിലുള്ള കുറവുകൾ മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യുക. അത് കുറവുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നല്ല, കുറവുകൾ മനസ്സിലാക്കി അതിൻ്റെ നല്ല വശങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ അടുത്ത സീസണൊക്കെ ആയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എല്ലാം നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും